കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, വികാരമായിട്ട് 2 ഡയലോഗ് പറയുന്നു. റീല് 1 മില്യൺ. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോയാണെന്ന് അത് എന്നെ വെച്ചിട്ട് സംരംഭം ആളുകൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും, ചെയ്യണം. ഉടനെ പ്രതീക്ഷിക്കാല്ലേ? അലൻസിയറിനെ പോലെ മാസ് ഫൈറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അലൻസിയറിനെ ഇഷ്ടപ്പെട്ടോ പടം? കണ്ടോ പടം? നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന എങ്ങനെയാ വന്നതെന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. പണി 2 ആയിരിക്കും. ജോയിച്ചേട്ടാ, നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ ജോയിച്ചേട്ടാ, അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായാലും ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവർ ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം, അങ്ങനെ മാറി വരുമായിരിക്കും. ഇനി അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാൽസർവത്ത് കുടിക്കുന്ന പോലെ. അല്ല, ചോദിക്കാൻ കാരണമൊന്നുമല്ല. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയുണ്ട്, കാരണം ചേട്ടൻ ഇങ്ങനെ കാരണം അതിലും വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് പോലും ആരും മൈൻഡ് ചെയ്യാതെ വിടുന്നു. അപ്പൊ ചേട്ടനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നല, അതായത് ചോദിച്ചത്. അല്ല, ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് കാരണം അത് കഴിഞ്ഞിട്ടും വേറെ പടങ്ങൾ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിപ്പോയി. അപ്പോൾ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ പറയുന്ന പോലെ പുറത്തുള്ളവരെക്കാൾ അകത്താണ് ശത്രുക്കൾ എന്ന് പറയുന്ന പോലെ ആണോ? ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, വികാരമായിട്ട് 2 ഡയലോഗ് പറയുന്നു. റീല് 1 മില്യൺ. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോയാണെന്ന് അത് എന്നെ വെച്ചിട്ട്. ജോയിച്ചേട്ടാ ഇവിടെ ജോയിച്ചേട്ടാ, അതായത് ഒരു നല്ല നടനാവണമെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജി ചേട്ടന്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തെറ്റല്ല, സിനിമ അറിഞ്ഞാൽ മതി, പിന്നാമ്പുറം അറിയണ്ട. അല്ല ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാ അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പൊ കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ചോദ്യങ്ങൾ ജോയിച്ചേട്ടനോട് പോകുമ്പോൾ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂയില്. അപ്പോൾ പണ്ട് മുതൽ ഇങ്ങനെയാണോ? അതായത് ഒരു സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ? 100% അങ്ങനെയാണല്ലോ. സംവിധായകന്റെ കല തന്നെയാണ് സിനിമ. അത് തർക്കമില്ലാത്ത കാര്യം, ഞാൻ പറയണതല്ല, അതാണ് അതിന്റെ സത്യം. അതെ. അപ്പോൾ ഈ സിനിമയിൽ നാരായണന്റെ 3 മക്കളുള്ള സിനിമയിൽ നല്ല എണ്ണം പറഞ്ഞ 2 നടന്മാര് ഒപ്പം കട്ടയായിട്ടുണ്ട്. അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് വെഞ്ഞാറമ്മൂടും. അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇവരിപ്പം വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിരുന്നത്? ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു 100 മീറ്റർ ഓടി നോക്കും. അന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും, ഞാൻ സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, എണ്ണം പറഞ്ഞ നടന്മാരുന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഇത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല അറിവുണ്ടാവണം. അപ്പോൾ അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരണ്ടെ. ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പം നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതിൽ. പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക, എനിക്ക് ചേട്ടനോട് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ. അപ്പോൾ സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള
കൂട്ടുകാരനാണ്. ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ കാണാൻ പോവുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ള ഇതായിരുന്നു. മത്സരമോട്ടൊന്നുമില്ല, നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മത്സരോട്ടത്തിനുള്ള അലൻസിയറേട്ടാ, മലയാള സിനിമയിലെ അഭിനയ രാജാവായിട്ടുള്ള തിലകൻ സാറുമായിട്ട്